ഓം ശാന്തി 6/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, തന്റെ ജയപരാജയത്തിന്റെ ചരിത്രത്തെ ഓർമ്മിക്കൂ. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. ഇതിൽ 3/4 ഭാഗം സുഖവും 1/4 ഭാഗം ദുഃഖവുമാണ്. ഒരേപോലെ അല്ല. ചോദ്യം: ഈ പരിധിയില്ലാത്ത നാടകം വളരെ അത്ഭുതകരമാണ്. എങ്ങനെ? ഉത്തരം: ഈ പരിധിയില്ലാത്ത ഡ്രാമ ഇത്രയും അത്ഭുതകരമാണ്. ഓരോ സെക്കൻഡും മുഴുവൻ സൃഷ്ടിയിലും എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും അതേപോലെ ആവർത്തിക്കും. ഈ ഡ്രാമ പേനിനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കും. ടിക് ടിക് എന്നടിച്ചുകൊണ്ടിരിക്കും. ഒരു നിമിഷം പോലെയല്ല അടുത്തത്. അതുകൊണ്ട് ഇത് വളരെ അത്ഭുതകരമായ ഡ്രാമയാണ്. മനുഷ്യരുടെ നല്ലതും മോശവുമായ എല്ലാ പാർട്ടുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തെന്നാൽ ഇപ്പോൾ ആത്മാഭിമാനിയായി മാറിയിരിക്കുകയാണ്. ആത്മാവ് തന്റെ പരിചയം നൽകുകയാണ്, നമ്മൾ ആത്മാവാണ് എന്ന്. ആത്മാവിന്റെ സ്വധർമ്മമാണ് ശാന്തി. ഇപ്പോൾ എല്ലാ ആത്മാക്കളും വീട്ടിൽ പോകുന്നതിനുള്ള പരിപാടിയിലാണ്. വീട്ടിൽ പോകുന്നതിനുള്ള ഈ പ്രോഗ്രാം ആരാണ് പറഞ്ഞു തരുന്നത്? തീർച്ചയായും ബാബ തന്നെ പറഞ്ഞു തരും. അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ പഴയ ലോകം അവസാനിക്കണം. എല്ലാ അഭിനേതാക്കളും വന്നു കഴിഞ്ഞു. കുറച്ചു പേർ കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണം. പിന്നീട് പാർട്ട് ആവർത്തിക്കണം. നിങ്ങൾ കുട്ടികൾ ശരിക്കും ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. ആദ്യം സത്യുഗത്തിൽ വന്നു. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അന്യന്റെ രാജ്യത്തിൽ വന്ന് പെട്ടിരിക്കുന്നു. ഇത് കേവലം നിങ്ങൾ ആത്മാക്കൾ മാത്രമേ അറിയുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ല. നിങ്ങൾ ഒരു ബാബയുടെ കുട്ടികളാണ്. മധുരമധുരമായ കുട്ടികളോട് ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളിപ്പോൾ അന്യന്റെ ദേശമായ രാവണ രാജ്യത്തിൽ വന്നു പെട്ടു. തന്റെ രാജ്യഭാഗ്യത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് സത്യയുഗത്തിൽ ദേവീ ദേവതാ ധർമ്മമായിരുന്നു. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം ഭരിച്ചു. കാരണം പടികൾ താഴേക്കിറങ്ങുക തന്നെ വേണം. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും പിന്നീട് ദ്വാപര കലിയുഗങ്ങളിലേക്കും വരണം. ഇത് മറക്കരുത്. തന്റെ ജയപരാജയത്തിന്റെ ചരിത്രത്തെ ഓർമ്മിക്കൂ. കുട്ടികൾക്കറിയാം, നമ്മൾ സത്യയുഗത്തിൽ സതോപ്രധാനവും സുഖധാമത്തിൽ വസിക്കുന്നവരുമായിരുന്നു. പിന്നീട് പുനർജന്മം എടുത്ത് ദുഃഖധാമത്തിൽ ജീർണിച്ച അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ആത്മാക്കൾക്ക് ബാബയിൽ നിന്ന് ശ്രീമത്ത് ലഭിച്ചിരിക്കുകയാണ്. കാരണം ആത്മാക്കളും പരമാത്മാവും വേർപിരിഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾ കുട്ടികൾ വളരെയധികം കാലം വേർപിരിഞ്ഞിരുന്നവരാണ്. ആദ്യം നിങ്ങൾ വേർപെട്ട് സുഖത്തിന്റെ പാർട്ട് അഭിനയിക്കാൻ വന്നു. പിന്നീട് നിങ്ങളുടെ രാജ്യഭാഗ്യം നഷ്ടപ്പെട്ടു. ദുഃഖത്തിന്റെ പാർട്ടിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വീണ്ടും സുഖശാന്തിയുടെ രാജ്യഭാഗ്യം നേടണം. ആത്മാക്കൾ പറയാറുണ്ട്, വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം. ഈ സമയം തമോ പ്രധാനമായത് കാരണം വിശ്വത്തിൽ അശാന്തിയാണ്. ഇത് ശാന്തിയുടെയും അശാന്തിയുടെയും സുഖദുഃഖത്തിന്റെയും കളിയാണ്. നിങ്ങൾക്കറിയാം, 5000 വർഷത്തിനു മുമ്പ് വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. മൂലവതനം തന്നെയാണ് ശാന്തിധാമം. അവിടെയാണ്
ആത്മാക്കൾ വസിക്കുന്നത്. മൂലവതനത്തിൽ അശാന്തിയുടെ പ്രശ്നമേയില്ല. സത്യുഗത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. പിന്നീടുള്ള വീഴ്ചയിൽ അശാന്തി ഉണ്ടായി. ഇപ്പോൾ വിശ്വത്തിൽ മുഴുവൻ ശാന്തി ആഗ്രഹിക്കുന്നു. ബ്രഹ്മതത്വത്തെ വിശ്വം എന്ന് പറയില്ല. അതിനെ ബ്രഹ്മാണ്ഡമെന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡത്തിലാണ് നിങ്ങൾ ആത്മാക്കൾ വസിക്കുന്നത്. ആത്മാവിന്റെ സ്വധർമ്മമാണ് ശാന്തി. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിടുന്നതിലൂടെ ശാന്തമാകുന്നു. പിന്നീട് ശരീരം എടുക്കുന്നതിലൂടെ ശബ്ദത്തിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇവിടേക്ക് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? പറയാറുണ്ട്, ബാബ ഞങ്ങളെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകൂ. ശാന്തിധാമത്തിൽ അല്ലെങ്കിൽ മുക്തിധാമത്തിൽ സുഖദുഃഖത്തിന്റെ പാർട്ടില്ല. സതയുഗമാണ് സുഖധാമം, കലിയുഗമാണ് ദുഃഖധാമം. ഇറങ്ങുന്നത് എങ്ങനെയാണ്? പടിയുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പടികൾ ഇറങ്ങി വന്നു, വീണ്ടും ഒരു പ്രാവശ്യം കയറണം. പാവനമായി മാറുമ്പോൾ കയറുന്നു, പതീതമായി മാറുമ്പോൾ ഇറങ്ങുന്നു. പാവനമായി മാറാതെ കയറാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വിളിക്കുന്നത്, ബാബ അങ്ങ് വന്ന് വീണ്ടും ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. നിങ്ങൾ ആദ്യം പാവനമായ ശാന്തിധാമത്തിലേക്കാണ് പോകുന്നത്. പിന്നീട് സുഖധാമത്തിലേക്ക് വരുന്നു. ആദ്യം സുഖമാണ്, പിന്നീട് ദുഃഖമാണ്. ഈ സുഖത്തിന്റെ അളവ് കൂടുതലാണ്. തുല്യമാണെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ഡ്രാമ ഉണ്ടാക്കിയിരിക്കുന്നതിൽ 3/4 ഭാഗവും സുഖമാണ്, ബാക്കി 1/4 ഭാഗം കുറച്ചു ദുഃഖവുമാണ്. അതുകൊണ്ടാണ് സുഖ ദുഃഖത്തിന്റെ കളിയെന്ന് പറയുന്നത്. ബാബയ്ക്കറിയാം, എന്നെ നിങ്ങൾ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. ഞാനാണ് നിങ്ങൾക്ക് എന്റെ പരിചയം നൽകുന്നത്. ഒപ്പം സൃഷ്ടി ചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ പരിചയവും നൽകുന്നു. നിങ്ങളെ നാസ്തികരിൽ നിന്ന് ആസ്തികരാക്കി മാറ്റുന്നു. 3 ലോകത്തെയും നിങ്ങൾക്കറിയാം. ഭാരതവാസികൾ കൽപ്പത്തിന്റെ ആയുസ് പോലും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ബാബ നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ബാബ ഗുപ്തവേഷത്തിൽ അന്യന്റെ ദേശത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബയും ഗുപ്തമാണ്. മനുഷ്യൻ തന്റെ ശരീരത്തെ അറിയുന്നുണ്ട്, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ആത്മാവിനെയും ആത്മാവിന്റെ പിതാവിനെയും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. പവിത്രമായി മാറുമ്പോഴാണ് സമ്പത്ത് ലഭിക്കുക. ഈ രാവണന്റെ രാജ്യത്തിൽ നിങ്ങൾ പതീതമായി. അതുകൊണ്ടാണ് ബാബയെ വിളിക്കുന്നത്. 2 അച്ഛന്മാരുണ്ട്. പരമപിത പരമാത്മാവ് എല്ലാ ആത്മാക്കളുടെയും ഒരേ ഒരു പിതാവാണ്. സഹോദരങ്ങൾ എല്ലാവരുടെയും പിതാവാകുന്നില്ല. എപ്പോഴാണോ ഭാരതത്തിൽ ധർമ്മത്തിന് അതിഗ്ലാനി ഉണ്ടാകുന്നത്, അപ്പോൾ എല്ലാ ധർമ്മത്തിലുള്ളവരും പാരലൗകിക പിതാവിനെ മറക്കുന്നു. അപ്പോഴാണ് ബാബ വരുന്നത്. ഇതും കളിയാണ്. കളിയിൽ എന്ത് സംഭവിക്കുന്നുവോ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ എത്ര പ്രാവശ്യം പാട്ട് അഭിനയിക്കാൻ വന്നു പോകുന്നു. ഈ നാടകം അനാദിയായി പേനിനെ പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അവസാനിക്കുന്നില്ല. ടിക് ടിക് എന്നടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ 1 സെക്കൻഡിന് മറ്റൊന്നിനോട് സാമ്യമില്ല. വണ്ടർഫുൾ നാടകമാണ്.
ഓരോ സെക്കൻഡും എന്ത് സൃഷ്ടിയിൽ സംഭവിക്കുന്നുവോ അത് വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഓരോ ധർമ്മത്തിന്റെയും മുഖ്യ പാർട്ട്ധാരികൾ ആരെല്ലാമാണോ അവരെല്ലാം തന്റേതായ ധർമ്മം സ്ഥാപിക്കുന്നു. രാജധാനിയുടെ സ്ഥാപന ചെയ്യുന്നില്ല. ഒരേ ഒരു പരമപിത പരമാത്മാവാണ് ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. രാജധാനി അല്ലെങ്കിൽ രാജവംശത്തിന്റെയും സ്ഥാപന ചെയ്യുന്നു. ധർമ്മസ്ഥാപകർ അവരുടെ ധർമ്മത്തെ സ്ഥാപിക്കുന്നു. അവരുടെ പിന്നാലെ ബാക്കിയുള്ളവർ വരുന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരാണ്? ബാബ. ചിലർ വളരെ കുറച്ചു പാർട്ടേ അഭിനയിക്കുന്നുള്ളൂ. അതോടെ അവസാനിച്ചു. ചില ജീവികൾ ഉണ്ടായി ഉടൻ തന്നെ നശിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഡ്രാമയുടെ കാര്യമേ ഇല്ല. ശ്രദ്ധ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? ഒന്ന്, രചയിതാവിന്റെ ഭാഗത്തേക്ക് പോകണം. രചയിതാവിനെ തന്നെയാണ് പറയുന്നത്, അല്ലയോ ഗോഡ് ഫാദർ, അല്ലയോ പരമപിത പരമാത്മാവേ എന്ന്. ബാബ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആദ്യം ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. സൃഷ്ടി എത്ര വലിയ പരിധിയില്ലാത്ത വൃക്ഷമാണ്. എത്ര മതങ്ങളാണ്. എത്ര വൈവിധ്യം നിറഞ്ഞ വസ്തുക്കൾ ഉണ്ടാകുന്നു. എണ്ണമെടുക്കുവാൻ പ്രയാസമാകുന്നു. മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ അടിത്തറയില്ല. ബാക്കി ശാഖകൾ മാത്രമാണ്. ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, ഞാൻ വരുന്നത് അനേക ധർമ്മങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അടിത്തറയാകുന്ന ധർമ്മം ലോപിച്ചു പോകുമ്പോൾ. ഒരേ ഒരു ആദി സനാതന ധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ധർമ്മങ്ങളും പിന്നീടാണ് വരുന്നത്. ത്രേതായുഗത്തിൽ വളരെയധികം പേരുണ്ട്. അവർ സ്വർഗത്തിലേക്ക് വരുന്നില്ല. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നു, നമുക്ക് സ്വർഗത്തിൽ പുതിയ ലോകത്തിലേക്ക് പോകണം. ബാബ പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നെ ഓർമ്മിച്ച് പാവനമായി മാറി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുമ്പോഴാണ്. വൃക്ഷത്തിന് അനേകം ശാഖകളുണ്ട്. കുട്ടികൾക്ക് വൃക്ഷത്തെക്കുറിച്ചറിയാം. നമ്മൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൽ ഉള്ളവരായിരുന്നു. ഇപ്പോൾ സ്വർഗമില്ല, നരകമാണ്. ഇപ്പോൾ ബാബ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, നമ്മൾ സത്യുഗത്തിലെ സ്വർഗവാസികളായിരുന്നോ അതോ കലിയുഗത്തിലെ നരകവാസികളായിരുന്നോ? സത്യുഗത്തിൽ നിന്നും നേരെ കലിയുഗത്തിലേക്ക് ഇറങ്ങി വന്നവരാണോ? പിന്നീട് മുകളിലേക്ക് എങ്ങനെ പോകും? ബാബ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങളെ ജ്ഞാനം പഠിപ്പിച്ച് ദേവതയാക്കി മാറ്റിയതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ആരെങ്കിലും സതോ പ്രധാനമാക്കി മാറ്റാൻ ഉണ്ടാകും. ഒരിക്കലും മനുഷ്യന് പതീത പാവനനാകാൻ കഴിയില്ല. അല്ലയോ പതീത പാവന ഭഗവാനെ എന്ന് എപ്പോഴെല്ലാം വിളിക്കുന്നുവോ അപ്പോഴെല്ലാം ബുദ്ധി മുകളിലേക്കാണ് പോകുന്നത്. ബാബ നിരാകാരനാണ്. ബാക്കി എല്ലാവരും ദേഹധാരികളാണ്. എല്ലാവരും പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ മാത്രം പുനർജന്മരഹിതനാണ്. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതാരും അറിയുന്നില്ല. നിങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെ സ്വദർശന ചക്രധാരി എന്ന് പറയും. നിങ്ങൾ തന്റെ ആത്മാവിന്റെ സ്വധർമ്മത്തിൽ ഇരിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്.
നിങ്ങളുടെ പേര് സ്വദർശന ചക്രധാരി എന്നാണ്. ഈ ജ്ഞാനം മറ്റാർക്കുമില്ല. നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണം. ബാബ നമ്മുടെ ടീച്ചറുമാണ്. വളരെ മധുരമായ ബാബയാണ്. ബാബയെപ്പോലെ മധുരമായി ആരുമില്ല. നിങ്ങൾ പാരലൗകിക ബാബയുടെ കുട്ടികൾ പരലോകത്തിൽ വസിച്ചിരുന്ന ആത്മാക്കളാണ്. ബാബയും പരംധാമത്തിലാണ് വസിക്കുന്നത്. എങ്ങനെയാണോ ലൗകിക പിതാവ് കുട്ടിക്ക് ജന്മം കൊടുത്തതിനു ശേഷം പാലിക്കുന്നത്, അവസാനം എല്ലാ സമ്പത്തും കൊടുക്കുന്നത്, അതുപോലെയാണ്. കാരണം കുട്ടി അവകാശിയാണ്. ഇത് നിയമമാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായി മാറിയിരിക്കുന്നു. ബാബ പറയുകയാണ്, നിങ്ങൾ എല്ലാവർക്കും ശബ്ദത്തിനുപരിയായ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പരംധാമത്തിൽ ശാന്തിയാണ്. പിന്നീട് ചലനത്തിന്റെ ലോകം, അതും കഴിഞ്ഞ് ശബ്ദത്തിന്റെ ലോകം. കുട്ടികൾ സൂക്ഷ്മവതനത്തിലേക്ക് പോകാറുണ്ട്. സാക്ഷാത്കാരം ഉണ്ടാകാറുണ്ട്. ആത്മാവ് വിട്ടുപോകുന്നില്ല. ഡ്രാമയിൽ എന്ത് അടങ്ങിയിട്ടുണ്ടോ അത് സെക്കൻഡ് ബൈ സെക്കൻഡ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡ് പോലെയല്ല അടുത്തത്. മനുഷ്യരുടെ എന്തെല്ലാം പാർട്ട് നടക്കുന്നുണ്ടോ, നല്ലതും ചീത്തയായതും എല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. സത്യുഗത്തിൽ നല്ലതും കലിയുഗത്തിൽ മോശമായതുമായ പാർട്ട് അഭിനയിക്കുന്നു. കലിയുഗത്തിൽ മനുഷ്യർ ദുഃഖികളാകുന്നു. രാമരാജ്യത്തിൽ മോശമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. രാമരാജ്യവും രാവണരാജ്യവും ഒരുമിച്ചല്ല. ഡ്രാമയെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കാരണം പറയുന്നു സുഖദുഃഖം പരമാത്മാവാണ് നൽകുന്നത് എന്ന്. എങ്ങനെയാണോ ശിവബാബയെ ആരും അറിയാത്തത്, അതുപോലെ രാവണനെയും ആരും അറിയുന്നില്ല. ശിവജയന്തി ഓരോ വർഷവും ആഘോഷിക്കുന്നുണ്ട്. രാവണന്റെ കോലമുണ്ടാക്കി നശിപ്പിക്കുന്നതും ഓരോ വർഷവും ആഘോഷിക്കുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ തന്റെ പരിചയം തന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ എന്ന്. ബാബ വളരെ മധുരമാണ്. ബാബ സ്വയം തന്റെ മഹിമ ചെയ്യുന്നില്ല. ആർക്കാണോ ബാബയിൽ നിന്ന് സുഖം ലഭിക്കുന്നത് അവരാണ് ബാബയുടെ മഹിമ ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ബാബ സ്നേഹസാഗരനാണ്. സത്യുഗത്തിൽ നിങ്ങൾ വളരെ മധുരവുമായിരിക്കും. ചിലർ പറയും സത്യുഗത്തിലും വികാരങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ പറയൂ അവിടെ രാവണന്റെ രാജ്യമില്ല. രാവണ രാജ്യം ദ്വാപരയുഗത്തിലാണ് ഉണ്ടാകുന്നത്. എത്ര നല്ല രീതിയിലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ലോകത്തിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി ആരും അറിയുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. വീണ്ടും നിങ്ങളാണ് ദേവതയായി മാറുന്നത്. ദേവതകളെക്കാൾ ഉയർന്നവരായി വേറെ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഗുരുവിന്റെ ആവശ്യമില്ലാത്തത്. ഇവിടെയാണെങ്കിൽ അനവധി ഗുരുക്കന്മാരുണ്ട്. സദ്ഗുരു ഒരാളാണ്. സിഖ് ധർമ്മത്തിലുള്ളവർ പോലും പറയും സദ്ഗുരു അകാലമൂർത്തിയാണ് എന്ന്. ബാബ കാലന്റെയും കാലൻ മഹാകാലനാണ്. ബാബ പറയുന്നു ഞാനാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. പവിത്രമാക്കി മാറ്റി എല്ലാവരെയും ആദ്യം ശാന്തിധാമത്തിലേക്കും പിന്നെ സുഖധാമത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. അഥവാ എന്റേതായി മാറിയിട്ട് പിന്നീട് മായയുടേതായി മാറിയാൽ പറയില്ലേ ഗുരുവിന്റെ നിന്ദകൻ ഗതി പ്രാപിക്കില്ല എന്ന്. അവർക്ക് സ്വർഗത്തിന്റെ സമ്പൂർണ്ണ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. പ്രജയായി മാറും. ബാബ പറയുന്നു കുട്ടികളെ എന്നെ നിന്ദിക്കാതിരിക്കൂ.
ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. ബാബ പറയുകയാണ്, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ. ബാബ സ്നേഹത്തിന്റെ സാഗരനാണ്. മനുഷ്യർ ദുഃഖം കൊടുക്കുന്ന കാര്യത്തിൽ സാഗരമാണ്. കാമവികാരത്തിൽപ്പെട്ട് പരസ്പരം ദുഃഖം കൊടുക്കുന്നു. സത്യുഗത്തിൽ ഈ കാര്യമേ ഇല്ല. സത്യുഗം രാമരാജ്യമാണ്. യോഗബലത്തിലൂടെയാണ് കുട്ടികൾ ജന്മമെടുക്കുന്നത്. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും പവിത്രമാക്കി മാറ്റുന്നു. നിങ്ങൾ യുദ്ധവീരന്മാരാണ്, പക്ഷെ ആരും അറിയുന്നില്ല. നിങ്ങൾ വളരെ പ്രശസ്തരായി മാറും. ഭക്തിമാർഗത്തിൽ നിങ്ങൾ ദേവിമാർക്ക് എത്ര ക്ഷേത്രങ്ങളുണ്ടാക്കുന്നു. പറയാറുണ്ടല്ലോ, അമൃതകലശം മാതാക്കളുടെ ശിരസിൽ വെച്ചു എന്ന്. ഗോമാത എന്നല്ലേ പറയുന്നത്. ഇതാണ് ജ്ഞാനം. വെള്ളത്തിന്റെ കാര്യമല്ല. നിങ്ങൾ ശിവശക്തി സേനകളാണ്. ബാക്കിയുള്ളവർ കോപ്പിയടിച്ച് ഗുരുവായി മാറുന്നു. നിങ്ങൾ സത്യമായ തോണിയിലാണ് ഇരിക്കുന്നത്. പാടാറുണ്ടല്ലോ, ഞങ്ങളുടെ തോണിയെ അക്കരെ എത്തിക്കൂ. ഇപ്പോൾ തോണിക്കാരനെ ലഭിച്ചിരിക്കുകയാണ് അക്കരെ കൂട്ടിക്കൊണ്ടു പോകാൻ. വേശ്യാലയത്തിൽ നിന്നും ശിവാലയത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ബാബയെ തോട്ടക്കാരൻ എന്നും പറയും. മുൾക്കാടിനെ പൂന്തോട്ടമാക്കി മാറ്റുന്നു. സത്യുഗത്തിൽ സുഖം മാത്രമാണുള്ളത്. ഇവിടെയാണെങ്കിൽ ദുഃഖമാണ്. ബാബ നോട്ടീസ് അച്ചടിക്കുന്നതിനു വേണ്ടി പറയാറുണ്ട്. അതിലെഴുതണം, തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, സ്വർഗവാസിയാണോ നരകവാസിയാണോ? വളരെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഭ്രഷ്ടാചാരികളെന്ന്. അതിനർത്ഥം ഏതോ സമയത്ത് ശ്രേഷ്ഠാചാരികൾ ഉണ്ടായിരുന്നു. അത് ദേവതകളായിരുന്നു. അവർ ഇപ്പോഴില്ല. ഇപ്പോൾ ദേവീ ദേവതാ ധർമ്മം ലോപിച്ചുപോയി. അപ്പോഴാണ് ഭഗവാന് വരേണ്ടി വരുന്നത് ഒരു ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാൻ. നിങ്ങൾ സ്വയത്തിനു വേണ്ടി സ്വർഗം സ്ഥാപന ചെയ്യുകയാണ് ശ്രീമതത്തിലൂടെ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമായി മാറണം. ദുഃഖത്തിന്റെ സാഗരമല്ല. ബാബയെ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. വളരെ മധുരവും സ്നേഹിയുമായി മാറണം. 2. യോഗബലത്തിലൂടെ പവിത്രമായി മാറി മറ്റുള്ളവരെയും പവിത്രമാക്കി മാറ്റണം. മുൾക്കാടിനെ പൂന്തോട്ടമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. സദാ സന്തോഷത്തിലിരിക്കണം. നമ്മുടെ മധുരമായ ബാബ അച്ഛനും ടീച്ചറുമാണ്. ബാബയെപ്പോലെ മധുരമായി വേറെ ആരും തന്നെ ഇല്ല. വരദാനം: പരമാത്മാ ലാളന പ്രാപ്തമാക്കുന്ന ഇപ്പോഴത്തെയും ഭാവിയിലെയും രാജ ലാളനയ്ക്ക് പാത്രമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ താങ്കൾ കുട്ടികൾ തന്നെയാണ് ദിലാരാമന്റെ ലാളനയ്ക്ക് പാത്രമാകുന്നത്. ഈ പരമാത്മാ ലാളന കോടിയിലും ചില ആത്മാക്കൾക്കാണ് ലഭിക്കുന്നത്. ഈ ദിവ്യ ലാളനയിലൂടെ രാജലാളനയ്ക്ക് പാത്രമാകുന്നു. രാജലാളന അർത്ഥം ഇപ്പോഴും രാജാവ്, ഭാവിയിലും രാജാവ്. ഭാവിക്ക് മുമ്പേ തന്നെ ഇപ്പോൾ സ്വരാജ്യ അധികാരിയായി മാറി. എപ്രകാരം ഭാവിയിലെ രാജാവിന് മഹിമയുണ്ടോ, ഒരു രാജാവ് ഒരു ധർമ്മം, അതേപോലെ
ഇപ്പോൾ സർവ കർമ്മേന്ദ്രിയങ്ങൾക്ക് മേൽ ആത്മാവിന്റെ ഒരു കുടക്കീഴിലുള്ള രാജ്യമാണ്. സ്ലോഗൻ: തന്റെ മുഖത്തിലൂടെ ബാബയുടെ സംസ്കാരം കാണിക്കുന്നവർ തന്നെയാണ് പരമാത്മാ സ്നേഹി. ഓം ശാന്തി.